നവംബർ 14 ശിശുദിനം ആഘോഷിക്കുന്നതിനു കാരണം കുട്ടികളെ സ്നേഹിച്ച ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയുടെ ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. നെഹ്റുജി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്നത്തെ കുട്ടികളാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആയിരുന്നു അദ്ദേഹം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഭാരതത്തിൻ്റെ മഹത്വം ഉയർത്താനുള്ളതാവണം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ശിശുദിന ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ പുഞ്ചിരിയോളി തൂകി വെള്ളടുപ്പും തൊപ്പിയുമായി നെഞ്ചിൽ മണിനീർ പൂച്ചൂടി കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനായി നമ്മുടെ സ്വന്തം ചാച്ചാജി, ഭാരതനാടിൻ അഭിമാനം. ചാച്ചാജിയുടെ ജന്മദിനം സന്തോഷത്തിൻ ജന്മദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ നാടാകെ ശിശുദിനമായി നാടെന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പണിഞ്ഞ പൂക്കളുമായി വാത്സല്യത്തിൽ നിറകുടമായി നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ നാടാകെ. ജയ് ജയ് ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞ ചാച്ചാജി, നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കുന്നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നമുക്ക് പുണ്യനാൾ. നേർവഴിക്ക് നീങ്ങിടാൻ നാട് നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത് പാത താണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം. നല്ലവരെ നമുക്ക് ചുറ്റും നന്മയാൽ നിറക്കണം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികൾ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് ദേശത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യകാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയ്ക്ക് എതിരായ ആക്രമണവുമില്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ച് വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്നറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്കു വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി